അതുണ്ട്. എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം? നിന്നെ കണ്ടിട്ട് എത്ര നാളായതുണ്ടോ? നീ ഇപ്പോൾ എപ്പോഴാണ് നാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ ഇപ്പൊ വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? നീ ഉണ്ടോ ക്ലാസ്സിലേക്ക്? എനിക്ക് നല്ല വിശേഷമൊക്കെയാണ് മോട്ടു. പക്ഷേ ഞാൻ ക്ലാസ്സിലേക്ക് വരുന്നില്ല. എല്ലാവരും എന്നോട് ചോദിക്കും മിഠായി എവിടെ, മിഠായി എവിടെ. ഞാൻ മിഠായി വാങ്ങാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ക്ലാസ്സിലേക്ക് വരുന്നില്ല. നീ ഇന്ന് ക്ലാസ്സിലേക്ക് പോയിക്കോ. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞോണ്ട് വന്നോണ്ട്. എന്റെ അമ്മയും അച്ഛനും എന്നെ കൊണ്ടുവരാൻ വരുമ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് പോയിക്കോളാം. നീ ഇപ്പോൾ അതൊന്നും നോക്കേണ്ട. ഞാൻ കുറച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിലേക്ക് വരും. അതിനൊന്നും നീ പേടിക്കേണ്ട കേട്ടോ മുട്ടു. നിന്റെ കൂടെ ഞാനില്ലേ, നമ്മളെപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ്. നീ എന്റെ കൂടെ ഉണ്ടായെന്ന് വിചാരിച്ച് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീ ക്ലാസ്സിലേക്ക് എന്തായാലും എന്റെ കൂടെ ഇപ്പൊ തന്നെ വരണം. അല്ലെങ്കിൽ ഞാൻ നിന്നോട് മിണ്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്നെ എല്ലാവരും കളിയാക്കും. നിന്റെ ഡുണ്ടു വന്നില്ലല്ലോ, നിന്റെ ഡുണ്ടു വന്നില്ലല്ലോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ വരാത്തത്. നീ പിന്നുന്നാരി അപ്പുറമാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ എന്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ അച്ഛനോടും അമ്മയോടും പറയും. അതിനും നല്ലത് നീ എന്റെ കൂടെ വരുന്നതാണ്. എന്നാലൊക്കെ ഞാൻ നിന്റെ കൂടെ ക്ലാസ്സിലേക്കൊക്കെ വരാം. നീ എന്നെ മാത്രം മൈൻഡ് ചെയ്യണം, വേറെ ആരെയും നീ മൈൻഡ് ചെയ്യരുത്. നീ എന്റെ കൂടെ തന്നെ സപ്പോർട്ടായി നിൽക്കണം. ഓക്കെ? അതിന് നീ തയ്യാറാണെങ്കിൽ മാത്രം ഞാൻ നിന്റെ കൂടെ വരാം. എന്നാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി നമുക്ക് ബാഗ് രണ്ടാളും കൊടുന്നാലോ? നീ നിന്റെ വീട്ടിൽ പോയി ബാഗും കൊണ്ടുവരാം, ഞാൻ എന്റെ വീട്ടിൽ പോയി ബാഗും കൊണ്ടുവരാം. എന്നാൽ നമുക്ക് നേരെ സ്കൂളിലേക്ക് പോകാം. എന്നാൽ ഓക്കെ, നമുക്ക്